നിങ്ങളോട് ഇത് പറ്റില്ല എന്ന് പറയുന്നവരെ വലിയ സ്വപ്നങ്ങൾ കാണാനായിട്ട് പഠിപ്പിക്കുക. ഒരു ചെറിയ കടയിൽ നിന്നും ലോകം മുഴുവൻ വളർന്ന ഒരു ക്ലോത്ത് റീറ്റെയിൽ ബ്രാൻഡായ നല്ലീസ് സാരീസിൻ്റെ കഥയാണിത്. 1928 ഒരു കുടുംബ സംരംഭമായി നല്ലീസ് സാരീസ് ആരംഭിച്ചു. 1935 അവരുടെ ആദ്യ ഷോറൂം ചെന്നൈയിൽ ഓപ്പൺ ചെയ്തു. 1939 വേൾഡ് വാർ സമയത്ത് ലോകമെമ്പാടുമുള്ള ബിസിനസ്സുകൾ അടച്ചുപൂട്ടുമ്പോൾ നല്ലി മാത്രം അവരുടെ കട അടച്ചില്ല. യുദ്ധകാല സമയത്ത് ആളുകളുടെ പർച്ചേസ് വളരെ കുറവായിരുന്നു. പക്ഷേ ചെറിയ പർച്ചേസുകൾ ചെയ്ത കസ്റ്റമേഴ്സിന് പോലും മികച്ച സേവനം നല്ലി ഉറപ്പാക്കി. അവരൊരിക്കലും ഫോക്കസ് ചെയ്തിരുന്നത് പണത്തിലായിരുന്നില്ല, എങ്ങനെ കസ്റ്റമേഴ്സിന്റെ വിശ്വാസം നേടിയെടുക്കാം എന്നതിലായിരുന്നു. 1958 അടുത്ത തലമുറ ആ ബിസിനസ് ഏറ്റെടുത്തു. ഡിസ്കൗണ്ട്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ക്വാളിറ്റിക്കും ട്രസ്റ്റിനും മുൻഗണന കൊടുത്തു. 1980s അവർ ബാർകോഡ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. 1991 ഡൽഹിയിലും 1993 സിംഗപ്പൂരും പുതിയ ഷോറൂമുകൾ സ്റ്റാർട്ട് ചെയ്തു. 6 യാർഡ് 9 യാർഡ് അനുഭവത്തെ ആയുധമാക്കി മാറ്റി അവർ ലോകമെമ്പാടും വ്യാപിച്ചു. ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു മികച്ച ബ്രാൻഡായിട്ട് നല്ലീസ് സാരീസ് മാറി. ഒരു കാലത്ത് 8 rupees മുതൽ 12 rupees വരെ മാത്രം വിലയുണ്ടായിരുന്ന കാഞ്ചീപുരം സിൽക്സ് ഇന്ന് വാങ്ങണമെങ്കിൽ 5000 rupees മുതൽ 1 lakh rupees വരെ സ്പെൻഡ് ചെയ്യണം. ചീപ്പ് ചൈനീസ് പ്രോഡക്റ്റുകൾ നിറഞ്ഞ ഈ ലോകത്ത് എങ്ങനെയാണ് നല്ലീസ് എന്ന ബ്രാൻഡ് സ്കെയിലപ്പ് ചെയ്തത്? ഉത്തരം വളരെ സിമ്പിളാണ്. അവർക്ക് പ്രൈസ് വാർ ഉണ്ടായിരുന്നില്ല. അവരൊരിക്കലും പറഞ്ഞിട്ടില്ല അവരുടെ പ്രോഡക്റ്റ് ചീപ്പാണ്. അവരെപ്പോഴും അവകാശപ്പെട്ടിരുന്നത് അവരുടെ പ്രോഡക്റ്റ് ട്രസ്റ്റ് വർത്തി ആണെന്നാണ്. ഡിസ്കൗണ്ട് അഡിക്ഷൻ അവർക്കുണ്ടായിരുന്നില്ല. ഡിസ്കൗണ്ട് കംപ്ലീറ്റ്ലി നിർത്തി അവർ ഫോക്കസ് ചെയ്തത് വാല്യൂസിലായിരുന്നു. ഈ 3 കാര്യങ്ങളിലായിരുന്നു നല്ലീസ് എന്ന ബ്രാൻഡ് ഫോക്കസ് ചെയ്യുന്നത്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിൽ, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ, ലോങ് ടൈം വിഷനിൽ. ഒരു ചെറിയ കടയിൽ നിന്നും ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറാനായിട്ട് നല്ലീസിന് കഴിഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിക്കും. തിങ്ക് ബിഗ്, ബിൽഡ് ട്രസ്റ്റ് ആൻഡ് സ്കെയിൽ സ്മാർട്ട്. ഇതുപോലുള്ള സെയിൽസ് സൈക്കോളജിക്കൽ ഇൻസൈറ്റ്സിന് ജസ്റ്റ് ഫോളോ മീ. താങ്ക് യു.